ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് ആണ്. പ്രോട്ടീൻ നിറഞ്ഞ ടേസ്റ്റി കറിയാണ്. വളരെ ഈസി, വളരെ ടേസ്റ്റി. ഞൊടിയിടയിൽ നമുക്ക് ഉണ്ടാക്കാം. വെൽക്കം ടു റെയിൻ ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അതിനായിട്ടൊന്ന് ആദ്യം ഒരു 30 സോയാ ബോൾ എടുക്കുകയാണ്. ഇനി അത് നമുക്ക് വെള്ളത്തിലിട്ടാണ് ചെയ്യേണ്ടത്. വെള്ളത്തിലിട്ട് നമുക്ക് ഒന്ന് സ്പോഞ്ച് പോലെ ആക്കിയെടുക്കണം. അന്നേരം നമുക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റുള്ളൂ. അരിയാതിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഇച്ചിരി കുറവായിരിക്കും. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് സ്പോഞ്ച് പോലെ ആക്കിയെടുക്കണം. ഇനി ആവശ്യമായ സാധനങ്ങളെന്ന് പറയുമ്പോൾ ഒരു സവോള മൊത്തം അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകാണ് നമുക്ക് ആവശ്യമുള്ളത്. മുളക് പൊടി കൂടുതലിടുവാണെങ്കിൽ ഒരു 2 പച്ചമുളക് മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ സോയാബോൾ വെള്ളത്തിലിട്ട് സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഞാൻ ഞെക്കി കാണിച്ചു തരാം. ഇതുപോലെ നന്നായിട്ട് ഞെങ്ങണം, എന്നാലേ നമുക്ക് അരിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിയാപ്പില. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിയാപ്പില പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് നമ്മുടെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞായിരുന്നു, അതിട്ട് കൊടുക്കണം. പച്ചമുളക് 2 നമ്മൾ ഇട്ട് കൊടുത്തത്. ഇഞ്ചി അരിഞ്ഞു നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇനി അടുത്ത് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കരിഞ്ഞു പോകാൻ സാധ്യതയുള്ള കാരണം നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി സവാള നന്നായിട്ടൊന്ന് വാടി വരണം, അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ചെറിയ കഷ്ണങ്ങൾ വലുതായിപ്പോയി അരിഞ്ഞപ്പോൾ, അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സവാള ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം, എല്ലായിടത്തും ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്ത പൊടി ഏതാ? മുളക് പൊടിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അടുത്ത മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് മഞ്ഞൾപ്പൊടിയാണെന്ന് തോന്നുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കണം. അതെ, മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുന്നു. അല്ല, ഇത് ഗരം മസാലപ്പൊടിയാണ്, സോറി. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നു. ഇനിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നത്. ഇനി നമ്മുടെ ആവശ്യമായ കറിയിലെ ഏറ്റവും വലിയ ഘടകമായ സോയ ചങ്ക്സാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് സോയ ചങ്ക്സ്. അത് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച ശേഷം തുറന്നു കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കും. ഇപ്പോൾ 5 മിനിറ്റ് വേവിച്ച കറിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.